വടകര നഗരസഭയിൽ ഇന്ന് നടത്തിയ കൗൺസിലിൽ യു.ഡി.എഫ് സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി പ്രമേയം കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് യു.ഡി.എഫ് ആർ.എം.പി.ഐ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. വിനിയോഗിക്കാൻ കഴിയാതെ നഷ്ടപ്പെടുത്തിയ നഗരസഭ സ്വന്തമായ വരുമാനം മുന്നിൽ കാണാൻ കഴിയാതെ വികസനമെല്ലാം മുരടിപ്പിച്ച് നഗരസഭയുടെ ഭരണക്കാരെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോപ്പുറത്ത് പ്രതിഷേധം 10 കൊല്ലം നാട് ഭരിച്ച് കണ്ടുപിടിച്ച് നശിപ്പിച്ച് കേരളമാകെ കടത്തിലാക്കിയ LDF ഓർത്തോളൂ. ജനങ്ങളെ കബളിപ്പിച്ച് വടകര നഗരസഭയിൽ ഇന്ന് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രമേയം കൊണ്ടുവന്ന് 3 മാസം പ്രായമാവാത്ത ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള ആവശ്യമില്ലാത്ത ജനവിരുദ്ധ പ്രമേയമാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു.ഡി.എഫ് ആർ.എം.പി കൌൺസിലർമാർ ഇന്ന് വാക്കൌട്ട് നടത്തി ഞങ്ങളിത് ഇവിടെ പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം വടകര നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ല എന്നാണ് വടകരയിലെ ജനങ്ങൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ റോഡിന്റെയും ഓവുചാലിന്റെയും ഇവിടുത്തെ അടിസ്ഥാന വികസനത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്? സാധാരണക്കാർക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. ഒരു ഓട്ടോറിക്ഷക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം ഇവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ LDF സർക്കാർ ജനകീയാസൂത്രണത്തിലൂടെ പഞ്ചായത്ത് രാജിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് യഥാസമയം നൽകേണ്ട സർക്കാർ കൊടുത്തില്ല. ഈ അവസാനം 2025-26 കാലഘട്ടത്തിൽ 3ാം ഗഡു നൽകാതെയാണ് LDF സർക്കാർ ഇറങ്ങിപ്പോയത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ല. 94ലാണ് പഞ്ചായത്ത് രാജ് കേരളത്തിൽ നടപ്പിലാക്കിയത്. 30 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതം കൊടുക്കാത്ത ഒരേയൊരു സർക്കാർ സഖാവ് പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോഴാണ് എന്ന കാര്യം ഇവിടെ വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ LDFകാർ ഇപ്പൊ 3 മാസം പ്രായമില്ലാത്ത ഒരു സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ 237 സ്പില്ലോവർ പദ്ധതിയാണ് ഇവിടെ അവതരിപ്പിച്ചത് കഴിഞ്ഞ കൌൺസിലിൽ. 237 സ്പില്ലോവർ പദ്ധതി എങ്ങനെ വന്നു? കഴിഞ്ഞ ഗവൺമെന്റ് യഥാസമയത്ത് ഫണ്ട് അനുവദിച്ചില്ല. പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യഥാസമയം അനുവദിക്കേണ്ട പണം കൊടുക്കാതെയാണ് KN ബാലഗോപാലിനും പിണറായി വിജയനും ഇറങ്ങിപ്പോയത് എന്നത് ഇവിടെ വിസ്മരിക്കുകയാണ് ഇവിടുത്തെ LDFകാർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.